Okay, guys, so keep watching us and supporting us. This is Hari. Supporting us നല്ല പറയുന്നത്. Supporters നല്ല പറയുന്നത്. Supporting us. A few minutes later. Hello, guys. Welcome to ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു അല്ലേ? നല്ല വ്യൂസ് കിട്ടി. അപ്പോൾ സോ ഹാപ്പി. നിങ്ങളെല്ലാവരും നോക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം താങ്ക് യു. വീണ്ടും ഈ സപ്പോർട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പുതിയ ആളെടുത്തു, അപ്പം ബാൾഡ് ആൻഡ് ബിയർഡ് ഒന്നും കൂടി മുമ്പിലോട്ട് വരുമെന്നാണ്, ചാനൽ മുമ്പോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ഏതായാലും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ വീഡിയോ കാണുന്നവരെ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക, പരിഗണിക്കുക. സോ നമുക്ക് വീഡിയോക്ക് കിടക്കാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയോ? ഇന്ന് നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ മമ്മൂക്കാന്റെ നമ്മളെ കണ്ണൂർ സ്ക്വാഡ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് അല്ലേ? വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സംഭവം. ബിക്കോസ് എങ്ങനെയാണ് ഒരു നാച്ചുറലിസ്റ്റിക് ആക്ടിങ് കൊണ്ടുവരാൻ പറ്റുക, അതൊക്കെ നമുക്ക് ആ ഒരു മൂവിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്കന്റെ ആ സിനിമ ഇപ്പൊ 50 കോടിയെല്ലാം കഴിഞ്ഞ് ഒരു 75 കോടിയൊക്കെ കളക്ട് ചെയ്ത് തോന്നുന്നു. ഏതായാലും അടിപൊളി സിനിമയായിരുന്നു, ത്രില്ലിംഗ് സാധനം. സോ ആ കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു BTS ബിഹൈൻഡ് ദ സീൻ ഇപ്പോൾ യൂട്യൂബിൽ കയറി ഒന്ന് അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു 20 മണിക്കൂറായി ഇറങ്ങിയിട്ട്, ഒരുപാട് വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമയും ബിഹൈൻഡ് ദ സീനും നമുക്ക് എന്തായാലും അത് കാണണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സ്ക്രീനിൽ കണ്ട കാര്യങ്ങളിലല്ലേ. സോ ആ ഒരു ബിഹൈൻഡ് ദ സീൻ സംഭവമാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഹിയർ. കമ്പനി കാസർഗോഡ് നിന്നാണ് എടുത്തു പോകുന്നില്ല അല്ല, മറ്റത് വേറെ സെറ്റ് ഇട്ടായിരിക്കും അല്ലേ? കൊലപാതകം ഇൻട്രോ ആയിരുന്നു. അത് നീറ്റ് ആൻഡ് ക്ലീൻ, സിമ്പിൾ, മാസും. അത്ര ഉണ്ടല്ലേ. സാറേ, ഓഗസ്റ്റ് 28 രാവിലെ കർണാടക സംഘേഷിൽ നിന്നും STD ബൂത്തിൽ നിന്നും മഞ്ചേശ്വരത്ത്. സോറി, തെറ്റിപ്പോയി. എന്താ പോലെ എത്ര പണിയുണ്ട് സീറ്റ്സ് എടുക്കാൻ വേണ്ടിട്ട്. എല്ലാം ഫോറിനേഴ്സ് എവിടെയെല്ലാം പോയി, ഒരു തമിഴ്നാട്ടില് നോർത്തില് വണ്ടി സീൻ ഓർമ്മയില്ലേ? പോലീസുകാരന്റെ ഉണ്ട കൊണ്ട് തന്നെ വേണം കൂലി വിളിക്കണല്ലോ. അയാള് പേടിച്ച് അടിപ്പതാണ്. നല്ല വില്ലനല്ല, ബ്രൗൺ ഹെയർ അല്ലേ? അങ്ങനെ വലിച്ചതാ. സ്റ്റണ്ടായിട്ടത്
ഒന്നും ആയില്ലല്ലോ. ആയില്ലല്ലോ. അമ്മായി കണ്ടാ ഇങ്ങനെ ട്രെയിനിൽ സെർച്ച് ചെയ്യാൻ പോകും. ഇതിന്റെ എടുക്കല്ലേ ഹോസ്റ്റലെല്ലാം പോയിട്ടോ. കറക്റ്റ് കാസർഗോഡ് വരാം. നമ്മളെ കറക്റ്റ് കാസർഗോഡ് ഇച്ച മറ്റു സീൻ. എന്താ മോനെ വരവുണ്ടാ. ഓ ഇതല്ലേ വേർഡുണ്ടോ ഇവിടെ പറ്റിയ അതാ ഓടി വന്നത്. എന്നിട്ട് നമ്മള് സ്ക്രീനിൽ കാണുമ്പോ എജാതി അടിയായിരുന്നു. അതായത് ഒറിജിനാലിറ്റി നമുക്ക് ഗ്ലാസ് ഇല്ല, അത് അതിന്റെ അകത്തേക്ക് കേറാനുള്ള തട്ടി ഇതാ കറക്റ്റ് പോവാൻ വേണ്ടി നോക്കിയതാ. ഇതാ മറ്റേ ഫസ്റ്റ് ഫൈറ്റ് ഉള്ളത്. ആ ഒരു അതിന്റെ ഡമ്മി ഇപ്പൊ ഇറങ്ങി വരുന്ന സീൻ സൂപ്പറായിരുന്നു. ആളൊക്കെ നെഞ്ചിനോട്ട് കുടുംബത്തിട്ടാ. ഇതാ മേർഡർ കഴിഞ്ഞിട്ട് അവരോട് അതാണ് ആ വീട്. കാസർഗോഡ് അല്ല എന്നാണ് തോന്നുന്നത്. ചിലെടുക്കല്ലേ. വണ്ടി ഒരു കഷ്ടപ്പാടുണ്ടല്ലേ സിനിമ മേക്കിംഗ് സമയത്ത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പണി. ഓ പോത്തിയോ ക്ലൈമാക്സ് ഡിസ്കഷൻസ്. വണ്ടി ഈ വണ്ടി അത് ഇപ്പൊ ടെർബോയിലേക്ക് എടുക്കുന്നുണ്ടാ. അല്ല അങ്ങനല്ല പറഞ്ഞു. അതുപോലെ ലൊക്കേഷനിലേക്ക് ആ വണ്ടി എടുത്തിട്ടുണ്ട്. മൂവിയിലുണ്ടോന്ന് അറിയില്ല. ഇത് മമ്മൂട്ടി എടുത്തു എന്ന് പറയുന്നുണ്ട് ഈ വണ്ടി. ഇത് ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആ വണ്ടി. ബിഹൈൻഡ് ദ സീൻ അല്ലെ, ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഒരു സിനിമേന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ പോയിട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ആ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്കിത് സിമ്പിളായിട്ട് തോന്നും. പക്ഷെ അതിന്റെ ബാക്കിലുള്ള ആൾക്കാരുടെ ആ ഒരു ഹാർഡ് വർക്കും ഓരോ ഡിസ്കഷൻസും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഇവരെടുക്കുന്ന എഫേർട്ടും. മമ്മൂക്കയിൽ ഈ 72ാമത്തെ വയസ്സിൽ ആ സ്റ്റണ്ടൊക്കെ നമ്മൾ ആ ക്ലൈമാക്സ് സ്റ്റണ്ടൊക്കെ കണ്ടിട്ടാണ്. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അല്ലറ ചില്ലറ പരിക്ക് എന്തായാലും പറ്റും. ഇപ്പൊ ടർബോ തന്നെ 73 പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ചെറുത് പൊട്ടൽ 72 വയസ്സുള്ള ഒരാൾക്കാണ് ഇത്രയും പരിക്ക് 72 വയസ്സിലാക്കി 73 പരിക്ക്. അപ്പൊ അവരെ ഇടുന്ന എഫേർട്ട് എല്ലാം മൊത്തത്തിലെ ക്രൂ എടുക്കുന്ന ഒരു എഫേർട്ട് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇത് മേക്കിങ്സിന് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഉഷാർ സംഭവം അല്ലേ. ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാ ബിഹൈൻഡ് ദ സീനും കാണിച്ചില്ലെങ്കിലും ആ കാണിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് പാർട്സ് കാണിച്ച് അതിൽ തന്നെ അവരുടെ എത്രമാത്രം എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ആ സിനിമയെ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണല്ലേ എടുത്തത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോ വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വീണ്ടും വരാം. Okay guys, keep watching us, keep supporting us. This is Hari. And this is Nandan and see you until next time and signing off.